അടൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ പ്രതികരിക്കാതെ CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വം ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ചാണ് CPM ഭരിക്കുന്ന ബാങ്കിൽ നിന്ന് പ്രസിഡന്റ് പൊൻതാമരപിള്ള രാജിവെപ്പിച്ചത്. ഓഡിറ്റിംഗിൽ 24 ഗുരുതര പിഴവുകളാണ് കണ്ടെത്തിയത്. പത്തനംതിട്ട ഷിജോ കുര്യൻ ചേരുകയാണ് വിവരങ്ങളുമായി. ഷിജോ, ഏത് സാഹചര്യത്തിലാണ് മുൻ MLA ഭാര്യ കൂടിയായി ഇവർ രാജിവെച്ചൊഴിഞ്ഞതും അതേസമയം ഇത്തരമൊരു പിഴവ് ജനശ്രദ്ധയിൽ കൊണ്ടുവന്നതും? ഗുഡ് മോർണിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഒരു പ്രതിസ്ഥാനത്ത് വരുന്നത്. കരുവന്നൂരിലും കണ്ടലയിലുമൊക്കെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടതാണ്. അവിടെ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ CPMന് നേർക്ക് ഉയർന്നു വന്നതാണ്. അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു അഴിമതി ആരോപണത്തിന്റെ കാര്യമാണ് പത്തനംതിട്ട അടൂർ സഹകരണ ബാങ്കിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അടൂർ സഹകരണ ബാങ്കിലെ CPM ആണ് അവിടെ ഭരിക്കുന്നത്. അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് CPIMന്റെ മുൻ MLAയും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന K. ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യയായിട്ടുള്ള പൊൻതാമര പിള്ളയായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് അടൂർ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ്. ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കാലയളവിൽ അവിടുത്തെ ബാങ്ക് ജീവനക്കാരോ മറ്റു ഉദ്യോഗസ്ഥരോ തന്നോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. തന്നെ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തുകയാണ്. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ തന്നെ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ പൊൻതാമരപ്പിള്ള ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. അപ്പോൾ കഴിഞ്ഞ മുൻ പ്രസിഡന്റിന്റെ സമയത്ത് ബാങ്കിൽ ഏതാണ്ട് 75 ലക്ഷം രൂപയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അത് താൻ കണ്ടെത്തുകയും അതിനോട് കൂട്ടുനിൽക്കാത്ത വന്നതോടുകൂടി തന്നെ പൂർണ്ണമായിട്ട് ഈ CPMന്റെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരും നേതാക്കളും അടക്കം തന്നെ ക്രൂശിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു CPMനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് പൊൻതാമരപ്പിള്ള പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. ഈ രാജിവെച്ചതിന് പിന്നാലെ CPM പ്രവർത്തകർക്കും അതുപോലെ തന്നെ നേതാക്കൾക്കും നേരെ വിരൽ ചൂണ്ടുന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. എന്തായാലും പ്രസിഡന്റ് സ്ഥാനമാണ് രാജിവെച്ചിരിക്കുന്നത്. ബോർഡ് അംഗത്വം രാജിവെച്ചിട്ടില്ല. കാരണം അവിടെ നിന്നുകൊണ്ട് തന്നെ അഴിമതിക്കെതിരെ പോരാടി മുഴുവൻ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരും എന്നുള്ള കാര്യമാണ് പൊൻതാമരപ്പിള്ള പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇതുവരെ CPMന്റെ ജില്ലാ നേതൃത്വം ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്. കാരണം ഈ അടൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ഈ മണ്ഡലം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് CPM ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതിനിടയിൽ CPMനെ പ്രതിക്കൂട്ടിലാക്കുന്ന LDFനെ പ്രതിക്കൂട്ടിലാക്കുന്ന കുറേയധികം കാര്യങ്ങളുമായിട്ടാണ് പൊൻതാമരപ്പിള്ള രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് CPMന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ഒരു കൂട്ടുകച്ചവടം പൊളിഞ്ഞതിന് പിന്നാലെയാണ് ആരോപണവുമായിട്ട് ഇത്തരം ആളുകൾ രംഗത്ത് വരുന്നത് എന്നുള്ള കാര്യമാണ് യൂത്ത് കോൺഗ്രസും ആരോപിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ ബാങ്കിൽ പ്രതിഷേധിച്ചിരുന്നു. ഇന്നും സമാനമായിട്ടുള്ള പ്രതിഷേധം തീർക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുവരെ ഈ കാര്യത്തിനകത്ത് CPM ജില്ലാ നേതൃത്വത്തിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം വന്നിട്ടില്ല. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.